ഹായ് ഓൾ, ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആം ഫിനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ 40 വയസ്സിൽ SIP തുടങ്ങാൻ വൈകിയോ എന്നുള്ള സത്യം. എനിക്ക് 40 വയസ്സായി, ഇനി SIP ചെയ്തിട്ട് എന്ത് പ്രയോജനം എന്നുള്ള കാര്യം ചിന്തിക്കുന്ന ഒട്ടനവധി പേരെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ 40 വയസ്സിൽ SIP തുടങ്ങാൻ വൈകുന്നതല്ല, ഇനി തുടങ്ങാൻ വൈകുന്നതാണ് മെയിൻ പ്രോബ്ലം എന്നുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഒരു വ്യക്തി 20,000 രൂപ വെച്ച് SIP 20 വർഷത്തേക്ക് ചെയ്യുന്നു വിചാരിക്കുക. 12% റിട്ടേണും നമുക്ക് അസംപ്ഷൻ ആയിട്ട് എടുക്കാം. ഈ വ്യക്തി സംബന്ധിച്ചിടത്തോളം 20 വർഷം കൊണ്ട് 42 ലക്ഷം രൂപ അയാൾ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂഷൻ ഉണ്ട്. ഈ 12% റിട്ടേൺ നമ്മൾ അസംപ്ഷൻ കൊടുക്കുവാണെങ്കിൽ അത് ഏകദേശം 2 കോടിയായിട്ട് വളർന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ 42 ലക്ഷം രൂപ ദീർഘകാലത്തില് അത് 12% റിട്ടേണിന്റെ ബേസില് 2 കോടിയായിട്ട് വളർന്നു എന്നതാണ്. നമ്മൾ ഓർക്കാനുള്ള ഒരു കാര്യം, ഈ 12% നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ലെന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് ഒരു മാർക്കറ്റ് റിസ്കിന് വിധേയമാണെന്നുള്ളത് ഓർക്കുക. നമ്മൾ ആക്റ്റീവ് റിട്ടേൺസ് കുറയുകയോ കൂടുകയോ ചെയ്യാം എന്നുള്ളതാണ്. ഇനി 40 വയസ്സിൽ എന്താണ് പ്രധാനപ്പെട്ടതാണെന്നുള്ളത്, നിങ്ങൾക്ക് 40 വയസ്സില് നിങ്ങളുടെ മെയിൻ പോയിന്റ് വെച്ചാൽ നിങ്ങളുടെ ഗോളാണ്. അതനുസരിച്ചാണ് ടൈം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ, ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നല്ല പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ റിട്ടയർമെന്റ് ആണ് നമ്മുടെ മെയിൻ ഗോൾ എങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് കോർപ്പസ് എത്ര വേണമെന്ന് നമ്മളെ മുൻകൂട്ടി ചിന്തിക്കണം. അതിനുശേഷം നമ്മൾ ആ റിട്ടയർമെന്റ് കോർപ്പസ് എത്താൻ നമ്മൾ മാസം നമ്മൾ എത്ര രൂപ നീക്കി വെക്കണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. ഓർക്കുള്ള ഒരു കാര്യം, നമ്മള് 20 വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. 30 വയസ്സിൽ തുടങ്ങുന്നതും നല്ലതാണ്, 40 വയസ്സിൽ തുടങ്ങുന്നതും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇനി അടുത്ത മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാല്, ഇനി അടുത്ത വർഷം തുടങ്ങാമെന്നുള്ളതിൽ വീണ്ടും വീണ്ടും നീട്ടിവെക്കുക എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വൈകാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് റിട്ടയർമെന്റിനോ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷനോ SIP പ്ലാൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ SIP ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഗൈഡൻസ് കിട്ടാനോ ഹെൽപ്പ് ചെയ്യാനോ ഞങ്ങൾ നിങ്ങൾക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.